ഏതായാലും ഞാൻ വിചാരിച്ചതുപോലെ നീ അത്ര മൊണ്ണയൊന്നുമല്ല. എടാ, എന്നാലും നീ ആ അച്ഛനെ അടിച്ച് പപ്പടം പോലെ ആയിക്കോളല്ലോ. എന്നെ ഇടിച്ചിട്ടല്ലേ? എത്ര പ്രാവശ്യം പറഞ്ഞു എന്നെ ഇടിക്കില്ലെന്ന്? എന്നാലും ആ കാശ് കിട്ടിയില്ലല്ലോ കാക്കാത്തിയമ്മ. എന്തിനാണ് നിനക്ക് ഇപ്പൊ ആ കാശ്? വിശക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ആഹാരം മേടിച്ചു തരാം. അതല്ല കാക്കാത്തിയമ്മ, ഞാന് ഒരു ഓപ്പറേഷൻ വേണ്ടി വെച്ചിരുന്ന. ഓപ്പറേഷനോ? നിനക്കോ? എനിക്കല്ല, പിന്നെ വേറൊരാൾക്ക്. അതാരാ ഈ വേറൊരാള്? കാക്കാത്തിയമ്മ ആരെങ്കിലും പറയും? ഞാൻ ആരോടും പറയില്ല. പറയും. പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറയത്തില്ലല്ലോ. ഇല്ല, പറയില്ല. ആ ചിക്കു ഇല്ലേ, പൂക്കാരിപ്പെണ്ണ്, അവളുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്യാനാ. ചിക്കു പാവല്ലേ കാക്കാത്തിയമ്മേ? കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. ഏതായാലും നിന്റെ മനസ്സ് നല്ലതാ, നിനക്ക് നല്ലതേ വരും. പക്ഷെ കാക്കാത്തിയമ്മേ, എങ്ങനെ ഇത്രയും കാശുണ്ടാക്ക? 5000 രൂപ വേണം അത്ര. ഒരു കൊരങ്ങൻ ഡോക്ടർ 5000 രൂപ കിട്ടിയാലേ അയാൾക്ക് ചാവുന്നിടം വരെ പൊട്ടു തിന്ന. അത് പോട്ടെ, നിനക്ക് എന്ത് ജോലി അറിയാം? ഞാൻ കുറച്ചാള് ടാക്സിന്റെ കിളിയായിട്ട് നിന്ന് ഡ്രൈവിംഗ് പഠിച്ചു. അത് ശരി. പിന്നെ കണ്ണാടി കടയിൽ നിന്ന് ചില്ലിടാൻ പഠിച്ചു. പിന്നെ എന്തറിയാന്ന് ചോദിച്ചാല് പിന്നെ 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 ഒന്നും അറിഞ്ഞൂടാ. എന്താ കഴിക്കാൻ വേണ്ട? ശ്രീയേട്ടൻ എന്താ കഴിക്കുക വെച്ചാൽ അത് മതി എനിക്ക്. ഒരു മസാല ദോശയും ഒരു കാപ്പിയും. ഇവിടെ എന്താ വില? 5 രൂപ. ഇപ്പൊ 2 മസാല ദോശയും കാപ്പിയും 11 രൂപ. ഒരു മസാല ദോശയും ഒരു കാപ്പിയും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ബില്ല് ആ ടേബിളിൽ. ശരി. എന്താ വേണ്ട സാർ? ഒരു 2 മസാല ദോശയും 2 കാപ്പി. ശാലിനിക്ക് വേറെ എന്തെങ്കിലും വേണം? വേണ്ട. വേണം. ആ വെയിറ്ററിന്റെയും ശ്രീയേട്ടന്റെയും ശബ്ദം എന്താ ഒരേപോലെ? അത് പിന്നെ എന്റെ കാറ് വർക്ക്ഷോപ്പിലായിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കാറ് വരായിരുന്നു. എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ നമ്മുടെ ഏല വെച്ചതിന്റെ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്ന് 5 ലോട്ട് അയക്കേണ്ടതാ. കഴിച്ചോളൂ. കഴിക്കും. മസാല ദോശയ്ക്ക് ഭയങ്കര എരിവല്ലേ? അത്ര വലുതായിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ദോശയ്ക്ക് മാത്രമാവും. അയ്യോ, കാപ്പിക്ക് ഭയങ്കര ചൂട്. ഒരു മസാല ദോശ കൂടെ പറയട്ടാ? വേണ്ട.